അപ്പൊ ഹൻസിക കൃഷ്ണയാണ് നിലവിലെ ചൂടൻ ചർച്ചാ വിഷയം. ഹൻസികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ലീക്ക്ഡ് ആണ്. അവളുടെ കണ്ട പോലീസ് പൊക്കൂട്ടാ ഷാജേട്ടാ. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഓൺലി അത്യാവശ്യം ശരീരം എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ട് ഹൻസിക ചെയ്തൊരു വീഡിയോ. എനിക്കിഷ്ടമായി. ഇതാണ് ആ വീഡിയോ. എന്തൊക്കെയാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ബോറായിട്ടുണ്ട്. ഇത് കണ്ട് ക്രഷ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ലീക്ക് ആയതിന് പിന്നാലെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി ജനം തിക്കും തിരക്കും കൂട്ടുന്നത്. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ എന്റെ നടത്തിപ്പിലുള്ള ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. മയിലാട്ട പത്രിക പുലിയാട്ട പത്രിക ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. രാത്രി വെളുത്തപ്പോഴേക്കും 300-ലധികം സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾക്ക് ഒറ്റയടിക്ക് അടിച്ചു കയറിയത്. ഇങ്ങനെ കൂടാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ കണ്ട ലീക്ക്ഡ് വീഡിയോ തന്നെയാണ്. ആ വീഡിയോ കണ്ട് പലതും പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ തിക്കും തിരക്കും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികൾ. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാ, ഞാൻ തരേണ്ടതല്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു.